വന്ദേമാതരം എന്ന ദേശീയ ഗീതം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമൊക്കെയാണ് പുറത്തു വരുന്നത്. വന്ദേമാതരം സ്വാതന്ത്ര്യ ദിനത്തിൽ പൂർണ്ണമായി ആലപിക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളുണ്ട്, കേരളമടക്കം. വന്ദേമാതരം ആലപിക്കുകയില്ല എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളുമുണ്ട്. ഇതൊക്കെ ഒരുതരം ദേശവിരുദ്ധതയാണ്, രാജ്യവിരുദ്ധതയാണ് പ്രകടമാക്കുന്നത്. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, നിങ്ങളാരും വന്ദേമാതരം ആലപിക്കേണ്ട. കാരണം രാജ്യസ്നേഹികൾ, രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവർ മാത്രം ഈ വന്ദേമാതരം ആലപിച്ചാൽ മതി. അത് പൂർണ്ണമായിട്ടാണെങ്കിലും ഭാഗികമായിട്ടാണെങ്കിലും രാജ്യത്തെ അംഗീകരിക്കുന്നവർ, രാജ്യത്തിൻ്റെ ജനാധിപത്യ വിശ്വാസങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവർ, രാജ്യത്തെ ഭരണഘടനയെ അംഗീകരിക്കുന്നവർ മാത്രം വന്ദേമാതരം ആലപിച്ചാൽ മതി. അല്ലാത്തവർ ആലപിക്കുകയേ വേണ്ട. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പരാതിയുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം ഒരു രാജ്യവിരുദ്ധ പ്രസ്ഥാനമായി പലപ്പോഴും മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ നേതാക്കളായാലും അതിലെ പ്രധാനപ്പെട്ട മറ്റ് വ്യക്തികളായാലും ഒക്കെ തന്നെ രാജ്യത്തിൻ്റെ സ്വത്വത്തിനും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും എതിരെ സംസാരിക്കുന്നതും രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ പലകുറി നമ്മൾ കണ്ടതാണ്. രാജ്യത്തിന് എതിരായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി അടക്കം പ്രവർത്തിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം RSS എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചേർത്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. RSS എവിടെ കിടക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആൻറ്റി നാഷണൽ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനം ജോർജ് സൊറോസിൻ്റെ ഡീപ് സ്റ്റേറ്റിൻ്റെ ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, നെറികെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എവിടെ കിടക്കുന്നു? നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ, കർണാടകയിലും ഹിമാചൽ പ്രദേശിലും, ഈ രണ്ട് സ്ഥലങ്ങളിലും വന്ദേമാതരം പൂർണ്ണമായി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആഘോഷിച്ചു. ഒപ്പം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനത്തും വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. അത് തടസ്സമുണ്ടാക്കാൻ സോണിയാഗാന്ധി എന്ന കടൽ കിഴവി ശ്രമിച്ചത് നമ്മൾ കണ്ടു. പക്ഷേ രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടിയില്ല. ഇവിടെ രാജ്യസ്നേഹികളുടെ വോട്ട് വേണമല്ലോ, എല്ലാത്തിലും വോട്ട് വേണം. പക്ഷെ ആരും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം എത്തിയിട്ടില്ല. കോൺഗ്രസിനെ വെറുക്കുന്ന രാജ്യസ്നേഹികൾ, രാഷ്ട്രസ്നേഹികൾ ധാരാളമുള്ള നാടാണ് നമ്മുടേത്. അതിന് കാരണം കോൺഗ്രസ് തന്നെയാണ്, കോൺഗ്രസിൻ്റെ രാജ്യവിരുദ്ധത തന്നെയാണ്. എന്തായാലും കർണാടകയിലും ഹിമാചൽ പ്രദേശിലും വന്ദേമാതരം എന്ന ദേശീയ ഗീതം പൂർണ്ണമായി ആലപിച്ചതിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, സ്നേഹമറിയിക്കുന്നു. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ തുടരട്ടെ. കാരണം ഹിമാചലും കർണാടകയും ഒക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ സ്വത്വവും അഖണ്ഡതയും ഐക്യവും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന മഹാകവി എഴുതിയ ഈ ദേശീയ ഗീതം പൂർണ്ണമായി ആലപിക്കുന്നു. അത് ഇന്ത്യയുടെ ആത്മാവാണ്, ഇന്ത്യയുടെ ആത്മീയതയാണ്, ഇന്ത്യയുടെ സ്വത്വമാണ്, ഇന്ത്യയുടെ ഐഡൻറ്റിറ്റിയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ സൈന്യം ഏറ്റവും സെക്കുലറായ, ഏറ്റവും മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ സൈന്യങ്ങൾ മൂന്നെണ്ണവും. ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും. നിങ്ങൾക്കറിയാമോ, ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ് എന്ന ഇന്ത്യൻ ആർമിയുടെ ആ വിഭാഗത്തിൻ്റെ വാർ ക്രൈ, അതായത് അവരുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ദുർഗാ മാതാ കി ജയ് എന്നതാണ്. അത് എല്ലാ മതസ്ഥരും ഉറക്ക വിളിച്ചു പറയുന്നു. രാജ്യത്തിന് വേണ്ടി രാജ്യസ്നേഹികളായ സൈനികർ, നമ്മുടെ ധീര സൈനികർ വിളിച്ചു പറയുന്നു ദുർഗാമാത ജയ്, ദുർഗാമാതാ കി ജയ് എന്ന ആ ഒരു ആപ്തവാക്യമാണ് ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ്. കാശ്മീരിൽ കൂടുതലും മുസ്ലിം സഹോദരങ്ങളാണ് സൈനിക സേവനത്തിന് എത്തുന്നത്. ഹിന്ദുക്കളുണ്ട്, അതുപോലെ തന്നെ സിഖുകാരുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ ഏറ്റവും അധികമായി സേവനമനുഷ്ഠിക്കുന്ന JNK റൈഫിൾസിൻ്റെ വാർ ക്രൈ എന്ന് പറയുന്നത് ദുർഗാമാതാ കി ജയ് എന്നതാണ്. എത്രയോ കാലമായി ഇത് തുടരുന്നു. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പവുമില്ല. ഇവിടെ മതേതരത്വം എന്ന് പറഞ്ഞ് മതവർഗീയതയും മത തീവ്രവാദവും നമ്മുടെ രാജ്യത്ത് കലർത്തിക്കൊണ്ടു പോകുന്നവർക്ക് വന്ദേമാതരമൊക്കെ മോശം കാര്യമായിരിക്കും. പക്ഷേ ഹിമാചൽ പ്രദേശിലും കർണാടകയിലുമൊക്കെ ഈ വന്ദേമാതരം ഇന്ന് ആലപിച്ചു എന്ന് കേൾക്കുമ്പോൾ അതിയായ സന്തോഷവും അഭിമാനവും തോന്നുകയാണ് നമ്മൾക്കൊക്കെ തന്നെ. കാരണം നമ്മളെല്ലാം ഭാരതീയരാണ്, നമ്മളെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അങ്ങനെ അല്ലാത്തവർക്ക്, രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് രാജ്യത്തിന് എതിരെ തിരിയുന്നവർക്ക് അത് വലിയ ചൊറിച്ചിലുണ്ടാക്കും എന്നത് സത്യം തന്നെയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ കർണാടകയിലും ഹിമാചൽ പ്രദേശിലും സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൻ്റെ ഭാഗമായി വന്ദേമാതരം ഗാനം
ദേശീയ ഗീതം പൂർണ്ണമായി ആലപിച്ചു. 2 സംസ്ഥാനങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഗാനം മുഴുവൻ പാടണം എന്ന പുതിയ മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ആഘോഷ ചടങ്ങുകൾ ആരംഭിച്ചത്. അതേസമയം UDF ഭരിക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്ത സ്വാതന്ത്ര്യ ദിന ചടങ്ങിൽ വന്ദേമാതരം ഒരു വരി പോലും പാടിയില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പതാക ഉയർത്തുന്നതിന് തൊട്ടുമുൻപാണ് കർണാടകയിൽ വന്ദേമാതരം ആലപിച്ചത്. സംസ്ഥാനത്ത് ഇതാദ്യമായല്ല വന്ദേമാതരം മുഴുവനായി ആലപിക്കുന്നത്. നേരത്തെ ലോക്ഭവനിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരുന്നു. അന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വേദിയിൽ നിൽക്കെയാണ് ഈ വന്ദേമാതരം ഗീതം പൂർണ്ണമായി ആലപിച്ചത്. ബംഗളൂരുവിലെ ഫീൽഡ് മാർഷൽ മനേക് ഷാ പരേഡ് ഗ്രൗണ്ടിലാണ് കർണാടകയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ നടന്നത്. ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിലും ഡൽഹി AICC ആസ്ഥാനത്തുമൊക്കെ ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായി പാടി. നിങ്ങൾ പാടണ്ട, നിങ്ങൾ രാജ്യവിരുദ്ധരാണ്, രാജ്യദ്രോഹികളാണ് എന്ന് രാജ്യത്തെ ജനങ്ങൾ തന്നെ മുദ്ര കുത്തിക്കോളും. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ ഒരു ആത്മീയമായ അല്ലെങ്കിൽ ഭൗതികമായ ഏത് തരത്തിൽ നോക്കിയാലും ആ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി പ്രകടമാകുന്ന നമ്മുടെ ദേശീയ ഗീതം, ഈ ഗീതത്തെ ഇത്തരത്തിൽ വലിയ ചർച്ചാ വിഷയമാക്കുന്നതും രാഷ്ട്രീയ വിഷയമാക്കുന്നതും എന്തിനാണ് എന്ന് ഖേദത്തോടെ, വിഷമത്തോടെ, വ്യസനത്തോടെ നമ്മൾ ചോദിച്ചു പോവുകയാണ്.